കേരളത്തിലെ സാമൂഹ്യക്ഷേമ പദ്ധതികൾ. നിർധനരായ രോഗികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്ന പദ്ധതി. ഉത്തരം അഭയ. രോഗശയ്യയിൽ കിടക്കുന്ന രോഗികളെ പരിചരിക്കുന്നവർക്കുള്ള പ്രതിമാസ ധനസഹായ പദ്ധതി. ഉത്തരം ആശ്വാസകിരണം. 18 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ഹൃദ്രോഗം, ക്യാൻസർ, വൃക്കരോഗം ഉൾപ്പെടെയുള്ള എല്ലാ രോഗങ്ങൾക്കും APL, BPL വ്യത്യാസമില്ലാതെ സർക്കാർ ആശുപത്രികളിലൂടെ സൗജന്യ ചികിത്സ ലഭിക്കുന്ന പദ്ധതി. ഉത്തരം ആരോഗ്യകിരണം. ക്യാൻസർ, ഹൃദ്രോഗം, വൃക്കരോഗം, ഹീമോഫീലിയ തുടങ്ങിയ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്ക് ചികിത്സാ സഹായം നൽകുന്ന പദ്ധതി. ഉത്തരം കാരുണ്യ. നിർധനരായ രോഗികൾക്ക് 70,000 രൂപ വരെയുള്ള സൗജന്യ ചികിത്സാ പദ്ധതി. ഉത്തരം ചിസ് അഥവാ ചിയാക്. മാരക രോഗങ്ങൾ ബാധിച്ച 18 വയസ്സിനു താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കാനായി ആരംഭിച്ച പദ്ധതി. ഉത്തരം താലോലം. സാമൂഹ്യക്ഷേമ വകുപ്പിന് കീഴിൽ അനാഥരായ നവജാത ശിശുക്കളെ ഏറ്റെടുക്കാൻ നടപ്പിലാക്കിയ പദ്ധതി. ഉത്തരം അമ്മത്തൊട്ടിൽ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും സൗജന്യമായി ഭക്ഷണം നൽകാൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? ഉത്തരം ഹങ്കർ ഫ്രീ സിറ്റി. ഈ പദ്ധതി പ്രകാരം കോഴിക്കോട് ഇന്ത്യയിലെ ആദ്യ വിശപ്പ് രഹിത നഗരമായി പ്രഖ്യാപിക്കപ്പെട്ടു. 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ആരോഗ്യ പരിരക്ഷ ഉറപ്പു നൽകാൻ സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര്. ഉത്തരം വയോമിത്രം. വർദ്ധിച്ചു വരുന്ന ജീവിതശൈലീ രോഗങ്ങൾക്കെതിരെ സംസ്ഥാന സർക്കാരും ആരോഗ്യ വകുപ്പും ദേശീയ ആരോഗ്യ ദൗത്യവും സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? ഉത്തരം അമൃതം ആരോഗ്യം. ശ്രവണവൈകല്യമുള്ള കുട്ടികൾക്ക് സമ്പൂർണ്ണ കോക്ലിയർ ഇംപ്ലാന്റേഷൻ ചികിത്സാ പദ്ധതി. ഉത്തരം ശ്രുതിതരംഗം. കേരള സർക്കാർ വൃക്ക രോഗികൾക്ക് ധനസഹായം നൽകാനായി ആരംഭിച്ച പദ്ധതി. ഉത്തരം സമാശ്വാസം. എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി ആരംഭിച്ച പദ്ധതി. ഉത്തരം സ്നേഹസാന്ത്വനം. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സർക്കാർ ആശുപത്രികളിൽ നൽകി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി. ഉത്തരം ക്യാൻസർ സുരക്ഷാ സ്കീം. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ പദ്ധതി ഏതാണ്? ഉത്തരം മൃതസഞ്ജീവിനി. ചലച്ചിത്ര താരം മോഹൻലാലാണ് മൃതസഞ്ജീവിനിയുടെ ബ്രാൻഡ് അംബാസിഡർ. ദേശീയ ആരോഗ്യ ദൗത്യം സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പുമായി ചേർന്ന് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തുന്ന പ്രശ്നോത്തരി. ഉത്തരം ആരോഗ്യ താരകം. വിവരസാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സർക്കാർ സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് പരിചിതമാക്കുന്ന പദ്ധതി. ഉത്തരം ഇ-ഗവേൺസ്. കേരളത്തിലെ റോഡുകൾക്ക് ഇരുവശവും തണൽ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്ന പദ്ധതി ഏതാണ്? ഉത്തരം ഹരിത കേരളം. ചിത്രത്തിൽ കാണുന്നത് ഹരിത കേരളം മിഷന്റെ ലോഗോയാണ്. പട്ടികവർഗ യുവജനങ്ങളുടെ ക്ഷേമത്തിനായുള്ള കേരള സർക്കാർ പദ്ധതി ഏതാണ്? ഉത്തരം ഗോത്രജ്യോതി. ആദിവാസി ഊരുകളിൽ നിന്ന് കുട്ടികളെ സ്കൂളിൽ എത്തിക്കാൻ വാഹന സൗകര്യം ഒരുക്കുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ്? ഉത്തരം ഗോത്രസാരഥി. പട്ടികജാതി പട്ടികവർഗ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി സൈക്കിൾ നൽകുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ്? ഉത്തരം വിദ്യായാത്ര. കേരള വിദ്യാഭ്യാസ വകുപ്പും വനം വകുപ്പും സംയുക്തമായി നടത്തുന്ന വനവൽക്കരണ പദ്ധതി ഏതാണ്? ഉത്തരം എൻ്റെ മരം. ഇന്ദിര പ്രിയദർശിനി വൃക്ഷമിത്ര പുരസ്കാരം ലഭിച്ച പദ്ധതിയാണ് എൻ്റെ മരം.
എൻ്റെ മരം പരിപാടിയെ തുടർന്ന് പ്രകൃതി പരിസ്ഥിതി അറിവുകൾക്കായി കൊണ്ടുവന്ന പദ്ധതി ഏതാണ്? ഉത്തരം മണ്ണെഴുത്ത്. കേരള ഗവൺമെൻറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി നടപ്പാക്കുന്ന വനവൽക്കരണ പദ്ധതി ഏതാണ്? ഉത്തരം എൻ്റെ നാടിന് എൻ്റെ മരം. ഇന്ത്യയുടെ ഭൂവിസ്തൃതിയുടെ 1/3 വനം വേണമെന്ന ദേശീയ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനായി സംസ്ഥാന വനം വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? ഉത്തരം വഴിയോര തണൽ. ശാരീരികവും മാനസികവുമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കായി ഗ്രാമ ജില്ലാ പഞ്ചായത്തുകൾ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ഉത്തരം പ്രതീക്ഷ. കുടുംബശ്രീ മിഷൻ വഴി നടപ്പാക്കുന്ന പാട്ടകൃഷി സമ്പ്രദായം ഏതാണ്? ഉത്തരം ഹരിതശ്രീ. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി തലം വരെയുള്ള എല്ലാ വിഭാഗത്തിലുള്ള വിദ്യാലയവും വിദ്യാലയ അന്തരീക്ഷവും ലഹരി വിമുക്തമാക്കുന്നതിനും ആരോഗ്യവും കാര്യക്ഷമതയുമുള്ള ഒരു സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിനും വേണ്ടി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ഉത്തരം ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ്. കേരള വനം വകുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന കടൽ തീര സംരക്ഷണ പദ്ധതി? ഉത്തരം ഹരിതതീരം. പച്ചക്കറി ഉൽപ്പാദനത്തിൽ 2 വർഷത്തിനകം സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി? ഉത്തരം ഹരിത സമൃദ്ധി. കേരളത്തിലെ റോഡ് ജലഗതാഗത പാതയോരങ്ങൾ എന്നിവിടങ്ങളിൽ വിശ്രമ കേന്ദ്രങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി കേരള ടൂറിസം വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏതാണ്? ഉത്തരം വഴിയോരം. ശബരിമലയിലെ ശുചീകരണവുമായി ബന്ധപ്പെട്ട പദ്ധതി ഏതാണ്? ഉത്തരം പുണ്യം പൂങ്കാവനം. കുട്ടനാടിലെ കോൾ നിലങ്ങളിൽ നെല്ലിനൊപ്പം മത്സ്യകൃഷിയും നടത്തുന്നതിനുള്ള പദ്ധതി? ഉത്തരം ഒരു നെല്ലും ഒരു മീനും. കയ്യേറ്റക്കാരിൽ നിന്നും തിരിച്ചുപിടിച്ച ഭൂമി സംരക്ഷിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ രൂപീകരിച്ച സേന? ഉത്തരം ഭൂസംരക്ഷണ സേന. കോളേജ് വിദ്യാർത്ഥികൾക്ക് പരിസ്ഥിതി സംരക്ഷണ മേഖലയിൽ അവബോധം നൽകുന്ന പദ്ധതി? ഉത്തരം ഭൂമിത്ര സേന. സ്ത്രീകളുടെയും കുട്ടികളുടെയും നേർക്കുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയാൻ വിഭാവനം ചെയ്ത പദ്ധതി ഏതാണ്? ഉത്തരം നിർഭയ. നിർഭയ പദ്ധതി നടപ്പിലാക്കുന്നത് സാമൂഹിക ക്ഷേമ വകുപ്പാണ്. സംസ്ഥാനത്തെ പട്ടികജാതി പട്ടികവർഗ കുട്ടികൾക്ക് കമ്പ്യൂട്ടർ പരിശീലനം ലക്ഷ്യമിട്ടുകൊണ്ട് സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വകുപ്പും CDETും ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ഉത്തരം സൈബർ ശ്രീ. വംശനാശ ഭീഷണി നേരിടുന്ന മൃഗങ്ങളുടെ സംരക്ഷണാർത്ഥം കേരള വനം വകുപ്പ് ആരംഭിച്ച പദ്ധതി? ഉത്തരം അഭയാരണ്യം. കേരള ഗവൺമെൻറ്റിൻ്റെ അനൗപചാരിക വിദ്യാഭ്യാസ പരിപാടി ഏതാണ്? ഉത്തരം അതുല്യ. നിർധനരായ കുടുംബങ്ങളുടെ പുനരധിവാസത്തിനുള്ള കുടുംബശ്രീ പദ്ധതി ഏതാണ്? ഉത്തരം ആശ്രയ. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും തൊഴിലിനും കേരള ഗവൺമെൻറ് കുടുംബശ്രീ വഴി നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ഉത്തരം ബാലസഭ. ഇന്ത്യയിൽ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ ജില്ല എന്ന ലക്ഷ്യം പൂർത്തിയാക്കാൻ കണ്ണൂരിൽ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? ഉത്തരം കിരൺ. കർഷകർക്കായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പെൻഷൻ പദ്ധതി ഏതാണ്? ഉത്തരം കിസാൻ അഭിമാൻ. ഇന്ത്യയിൽ ആദ്യമായി കർഷകർക്ക് പെൻഷൻ സമ്പ്രദായം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? ഉത്തരം കേരളം. കേരള വിൽപ്പന നികുതി വകുപ്പിൻ്റെ രജിസ്ട്രേഷൻ, നികുതി അടയ്ക്കൽ എന്നിവയ്ക്കുള്ള ഓൺലൈൻ സംവിധാനം ഏതാണ്? ഉത്തരം KVATIS. ഭക്ഷ്യസുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലെ കർഷകർക്കായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ഉത്തരം ക്ഷീരഗംഗ ജീവരേഖ. ഗ്രാമീണ മേഖലയിൽ ആരോഗ്യ മന്ത്രാലയം വഴി നിയമിക്കപ്പെടുന്ന അംഗീകൃത ആരോഗ്യ പ്രവർത്തകർ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ആശ. ആശ എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ്.
ലോകബാങ്കിന്റെ സഹായത്തോടെയുള്ള ജലവിതരണ പദ്ധതി ഏതാണ്? ഉത്തരം ജലനിധി. ദിശാബോധം തെറ്റിയ കുട്ടികൾക്കും യുവാക്കൾക്കും കൗൺസിലിംഗ് നൽകുന്ന പദ്ധതി ഏതാണ്? ഉത്തരം ദിശ.